Amen. Amen. So, thank you, Sister Felicity. Thank you. And worship Sister Lois Paulana worship നടത്തുന്നത്. അതിനുശേഷം വർഷിപ്പിന് ശേഷം മെസ്സേജും സിസ്റ്റർ ലോയിസ് പോൾ തരുന്നതായിരിക്കും. She is the good singer and a long time ago she used to come to Maranatha Church in Dallas. ഞാൻ കേട്ടിട്ടുണ്ട്, പാടുന്നൊക്കെ കേട്ടിട്ടുണ്ട്. സ്തോത്രം. അതുപോലെ നമ്മുടെ ഒരു മെയിൻ ലീഡർ, ഐപിസിയിലെ മെയിൻ ലീഡർ ആയിരുന്ന പാസ്റ്റർ കെ സ്തോത്ര ദൈവത്തെ സ്തോത്രം പാട്ടുപാടാനായി ശേഷം മെസ്സേജിന് വേണ്ടി സിസ്റ്റർ ലോയിസ് പോളിലേക്ക് ക്ഷണിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. എല്ലാവർക്കും എന്നെ കേൾക്കാമല്ലോ അല്ലേ? സ്തോത്രം. വേഗം വരുന്നവനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. ഇങ്ങനെ ഒരു മീറ്റിങ്ങിലേക്ക്, അതായത് IPC NRI ലേഡീസ് മീറ്റിങ്ങിൻ്റെ ഈ സ്പെഷ്യൽ മീറ്റിങ്ങിലേക്ക് എന്നെ ക്ഷണിച്ച ഇതിൻ്റെ ഭാരവാഹികൾ സിസ്റ്റർ ഷേർലി, സിസ്റ്റർ മേഴ്സി ഫിലിപ്പ്, അതുപോലെ തന്നെ ലീഡ് ചെയ്യുന്ന സിസ്റ്റർ ലാലമ്മ വർഗീസ്, ഇവർക്കെല്ലാവർക്കും, അതുപോലെ തന്നെ മാഗി ആൻറ്റി, ഇവർക്കെല്ലാവർക്കും എൻ്റെ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. അപ്പോൾ ഞാൻ ഈ മെസ്സേജ് എന്താണ് ഞാൻ പറയേണ്ടത്? ഞാൻ പാട്ട് പാടും, അങ്ങനെ വലിയ പ്രസംഗിയൊന്നുമല്ല, എന്നാൽ ഒരു കൊച്ചു മെസ്സേജ് ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ മെസ്സേജിനോട് ചേർന്ന് ഞാൻ തന്നെ എഴുതിയൊരു ഗാനമാണ് ഇന്ന് പാടാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പം പഴയ നിയമത്തിലെയും പുതിയ നിയമത്തിലെയും രണ്ട് സഹോദരിമാരെ ചേർത്തിണക്കിയ ഒരു ഗാനമാണ്. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. പഴയ നിയമത്തിലെ ഹാഗാറും പുതിയ നിയമത്തിലെ മറിയയും, ഇവരെ രണ്ടിനെയും കൂടെ ചേർത്തിണക്കിയ ഒരു പാട്ടാണ് പാടാൻ ആഗ്രഹിക്കുന്നത്. അതിന് ശേഷം അതിൽ നിന്ന് ഒരു ചെറിയൊരു മെസ്സേജ് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എല്ലാവരും പ്രാർത്ഥനയോടെ നമുക്കിത് ശ്രദ്ധിക്കാം. ഇന്നത്തെ വൈകുന്നേരത്തെ നമ്മുടെ ഈ പാട്ടും പ്രാർത്ഥനയും മെസ്സേജും എല്ലാം ദൈവസന്നിധിയിൽ ഒരു സുഗ്രാഹ്യമായ യാഗമായി തീരുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ എൻ്റെ അമ്മയും ഈ സൂമിൽ നമ്മളോടൊപ്പം ജോയിൻ ചെയ്യുന്നുണ്ട്. പ്രൈസ് ലോർഡ്. എല്ലാത്തിനുമായി ഞാൻ ദൈവത്തിന് നന്ദി കരയേറ്റുന്നു. ദൈവനാമോഹത്തിന് വേണ്ടി ആദ്യമായിട്ട് ഈ തേങ്ങലിൻ ശബ്ദം നീ കേട്ടു എന്നുള്ളൊരു പാട്ട് പാടുകയാണ്. പ്രൈസ് ലോർഡ്.
പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഈ രണ്ട് സഹോദരിമാരുടെയും കഥകളൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പം നമ്മുടെ കരച്ചിലിന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്, പ്രത്യേകിച്ച് അമ്മമാരുടെ കരച്ചിൽ. പ്രൈസ് ദി ലോർഡ്. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ അമ്മമാരെയൊക്കെ സെലിബ്രേറ്റ് ചെയ്ത മദേഴ്സ് ഡേ ഒക്കെ കൊണ്ടാടിയല്ലോ. നമ്മുടെ അമ്മമാരുടെയൊക്കെ കണ്ണുനീരോടുകൂടെയുള്ള പ്രാർത്ഥനയാണ് നമ്മളെയൊക്കെ ഇവിടെ ആക്കിയിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ എൻ്റെ ഈ മെസ്സേജിനൊരു തലക്കെട്ട് കൊടുക്കുക എന്ന് പറഞ്ഞാൽ കരയുന്ന ഒരു മാതാവ്, അല്ലെങ്കിൽ കരയുന്ന സഹോദരിമാർ. പ്രൈസ് ദി ലോർഡ്. അതുപോലെ തന്നെ സ്ത്രീകൾക്ക് സുവിശേഷീകരണത്തിലുള്ള ദൗത്യം എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഞാൻ മെയിനായിട്ട് ചിന്തിച്ചത്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ആദ്യമായിട്ട് തന്നെ മർക്കോസ് എഴുതിയ സുവിശേഷം 16 അധ്യായത്തിൻ്റെ 1 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ആ മറിയ അതിരാവിലെ കർത്താവിൻ്റെ കല്ലറയ്ക്കൽ ആഴ്ചവട്ടത്തിൻ്റെ 1-ാം ദിവസം അവൾ ഒരിക്കൽ സുഗന്ധവർഗവുമായിട്ട് കർത്താവിൻ്റെ കല്ലറയിൽ ചെല്ലുവാണ്. അപ്പോൾ നമ്മൾ ഈ മഗ്ദലക്കാരത്തി മറിയയെ പറ്റി പറയുമ്പോൾ അവൾക്ക് 7 ഭൂതം ബാധിച്ചൊരു സഹോദരിയായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആ 7 ഭൂതത്തെയും കർത്താവ് ശാസിച്ച് അവളെ സൗഖ്യമാക്കി. അപ്പോൾ അധികം ഇളച്ചു കൊടുക്കുന്നവൻ അധികം കർത്താവിനെ സ്നേഹിക്കും. നമുക്ക് ഏറ്റവും ഫൊർഗീവ്നെസ് കിട്ടിയവരാണ്, നമുക്ക് ഒത്തിരി ഉപകാരങ്ങൾ കർത്താവിൽ നിന്ന് ലഭിച്ചിട്ടുള്ളവരാണ് കർത്താവിനെ കൂടുതലായിട്ട് സ്നേഹിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പരിശോധനകളോ കഷ്ടതകളോ ഒക്കെ ഉണ്ടെങ്കിലും കർത്താവ് നമ്മളെ അധികം സ്നേഹിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. കാരണം കർത്താവിന് നമ്മളെ പൊന്നുപോലെ വെളിയിൽ കൊണ്ടുവരുവാൻ ഉദ്ദേശമുണ്ട്. അതുകൊണ്ടാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പം ഈ മറിയയുടെ കാര്യം തന്നെയാണെങ്കിലും മറിയയെപ്പറ്റി മഹാകവി വള്ളത്തോൾ പറഞ്ഞിരിക്കുന്നത് ഒരു കവിതയുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതെൻ്റെ അച്ചാച്ചൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ളൊരു കവിതയായിരുന്നു. പ്രൈസ് ദി ലോർഡ്. അതൊന്ന് പാടുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ മഹാകവി വള്ളത്തോൾ ഒരുപക്ഷെ ബൈബിൾ വായിച്ചിട്ടുണ്ടായിരിക്കാം. അതിൽ നിന്നാണല്ലോ ഈ മഗ്ദലക്കാരത്തി മറിയയെപ്പറ്റിയൊക്കെ അറിയാൻ കഴിഞ്ഞത്. പ്രൈസ് ദി ലോർഡ്. അദ്ദേഹം ഇങ്ങനെയാണ് പാടിയത്: ഒറ്റനാൾ കൊണ്ടൊക്കെ മാറി മറിഞ്ഞവൾ മറ്റൊരു ജന്മം കൊടുത്ത പോലായി, പൊയ്ക്കൊള്ളുക പെൺകുഞ്ഞേ ദുഃഖം വേടിഞ്ഞു നിൻ ഉൾക്കൊണ്ട വിശ്വാസം കാത്തുകൊള്ളുക. കേഴുക കേഴുക മാന്യമറിയമേ, കേഴുവോർക്കാശ്വാസം നൽകുമീശൻ. അപ്പം ചെയ്തതാം പാതകമൊക്കെയും ഈ പശ്ചാത്താപമേ പ്രായശ്ചിത്തം. അപ്പം ചെയ്തതാം പാതകമൊക്കെയും ഈ പശ്ചാത്താപമേ പ്രായശ്ചിത്തം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പം ഒരു ബിലീവർ ഒന്നും ആയിരുന്ന ഒരു വ്യക്തിയല്ല, അദ്ദേഹമാണ് ഈ സഹോദരിയെ പറ്റി ഇത്ര മനോഹരമായിട്ട് എഴുതിയത്. പ്രൈസ് ദി ലോർഡ്. അവൾ കരഞ്ഞുകൊണ്ട് നിന്ന ആ മറിയയ്ക്ക് കർത്താവ് പ്രത്യക്ഷനായി. പ്രൈസ് ദി ലോർഡ്. എന്തുകൊണ്ടാണ് മറിയയ്ക്ക് കർത്താവ് ആ സുവിശേഷീകരണത്തെ ആദ്യം ആ ദൂത് എന്തുകൊണ്ടാണ് അവളെ ഏൽപ്പിച്ചതെന്ന് ഞാൻ ചിന്തിക്കാനിടയായി. അപ്പോൾ അതിനെപ്പറ്റി ഞാൻ മറ്റുള്ള പാസ്റ്റേഴ്സൊക്കെ ഇങ്ങനെ പ്രസംഗിച്ചപ്പോൾ ഞാൻ കേട്ടിട്ടുണ്ട്. അതായത് സഹോദരിമാർ ഒത്തിരി സംസാരിക്കുന്നതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ. കാരണം സഹോദരന്മാർ 10 വാക്ക് പറയുന്നിടത്ത് സഹോദരിമാർ ഒരു പക്ഷേ ഒരു 1000 വാക്കുകൾ അവിടെ ഉപയോഗിക്കാം. അതുകൊണ്ടായിരിക്കാം അവളെ ഏൽപ്പിച്ചത്. പക്ഷേ അതുകൊണ്ടൊന്നുമല്ല. ഇവൾ പ്രാർത്ഥിച്ചതിന് ശേഷം അല്ലെങ്കിൽ കർത്താവിനെ അന്വേഷിച്ചതിന് ശേഷം അവിടെ ചെന്ന് പറയുന്നുണ്ട്, തോട്ടക്കാരനായിരിക്കും എന്നോർത്ത് അവരോട് പറയുന്നുണ്ട്, നിങ്ങൾ എവിടെയാണ് അവനെ ഒളിപ്പിച്ചത്, ഞാൻ എവിടെയാണേലും എടുത്തുകൊണ്ട് പൊക്കോളാം എന്നൊക്കെ അവൾ പറയുകയാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അവൾക്ക് കർത്താവിനോടുള്ള ആ സ്നേഹം എത്ര വലുതായിരുന്നു. അവൾക്ക് സാധാരണ സഹോദരിമാർക്കൊരു ശവക്കല്ലറയിലൊക്കെ രാവിലെ പോകാൻ പേടിയുണ്ടാവും അല്ലേ. ഇവിടുത്തെ പോലത്തെ ശവക്കോട്ടയൊന്നും ആയിരിക്കുമല്ലോ അവിടെ. ഇവിടെയാണെങ്കിൽ എല്ലാം നല്ല ഗാർഡൻ പോലെ ആക്കിയിട്ടിരിക്കുകയാണ്. ഇപ്പം നമ്മുടെ നാട്ടിലും ഒക്കെ മാറി വന്നുകൊണ്ടിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്നാൽ അന്നത്തെ സിറ്റുവേഷനിൽ ഒരു സഹോദരിക്ക് അങ്ങനെ തന്നെ പോകാൻ പേടി വരാം. ഇവക്ക് പേടിയില്ല. തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവൾക്കപ്പം കർത്താവിനോട് തികഞ്ഞ സ്നേഹമുണ്ടായിരുന്നു. അവൾ അവിടെ ഓടിച്ചെന്നു അവരോട് ചോദിക്കുന്നുണ്ട്, എവിടെയാണെന്നൊക്കെ ചോദിച്ച്, എവിടെയാണേലും ഞാൻ കൊണ്ടുപോയിക്കൊള്ളാമെന്നെല്ലാം പറയുകയാണ്. അപ്പോൾ കർത്താവ് അവളെ വിളിക്കുകയാണ് മറിയേന്ന്. അപ്പോൾ
കർത്താവിൻ്റെ ശബ്ദം നമ്മൾ തിരിച്ചറിയണം. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. നമ്മളെ തന്നെ അതിനായി ട്യൂൺ ചെയ്യണം. പ്രൈസ് ലോർഡ്. കർത്താവിൻ്റെ ശബ്ദം നമുക്ക് എല്ലാ ദിവസവും രാവിലെ നമ്മൾ ബൈബിൾ വായിക്കുമ്പോൾ, അല്ലെങ്കിൽ പ്രാർത്ഥിക്കുമ്പോൾ, അല്ലെങ്കിൽ കർത്താവിൻ്റെ നേരിയ ശബ്ദം കേൾക്കുവാൻ ഇടയാകും. പ്രൈസ് ലോർഡ്. അവളെ മറിയേന്ന് വിളിച്ചപ്പം അവൾക്ക് മനസ്സിലായത് കർത്താവ് തന്നെയാണെന്ന്. പ്രൈസ് ലോർഡ്. അന്നേരം കർത്താവ് പറയുന്നുണ്ട്, നീ എന്നെ തൊടരുത്, ഞാൻ ഉയരത്തിലേക്ക് പോയിട്ടില്ല, എന്നെ ഇപ്പോൾ സ്പർശിക്കരുതെന്നെല്ലാം പറയുന്നുണ്ട്. അന്നേരം അവളോട് പറയുകയാണ്, നീ ചെന്ന് മറ്റുള്ള ശിഷ്യന്മാരോടെല്ലാം പറയുക, ഞാൻ ഉയർത്തെഴുന്നേറ്റിട്ടുണ്ടെന്ന്. പ്രൈസ് ലോർഡ്. അപ്പോൾ അവൾക്കുണ്ടായ ഒരു വ്യത്യാസം, അവളെ അത് കർത്താവ് ഏൽപ്പിക്കാനുള്ള കാര്യം, അവൾ കർത്താവിനെ അന്വേഷിച്ച് രാവിലെ ചെന്നു. അവൾ അവിടെ വെയിറ്റ് ചെയ്തു. അപ്പം കാത്തിരിക്കുന്നവർക്ക് വേണ്ടി പ്രത്യക്ഷമാകുന്നൊരു ദൈവം. പ്രൈസ് ലോർഡ്. പലപ്പോഴും നമുക്ക് പറ്റുന്ന എന്നാന്ന് വെച്ചാൽ നമ്മൾ വളരെ പ്രാർത്ഥിക്കും, അല്ലേ, 1 മണിക്കൂറൊക്കെ നമ്മൾ പ്രാർത്ഥിക്കും. പക്ഷേ ആ അമ്മച്ചി പ്രാർത്ഥിച്ചതുപോലെയാണ്. രാത്രി മുഴുവൻ പ്രാർത്ഥിച്ചു മുന്നിലുള്ള മല മാറിപ്പോകാൻ. രാവിലെ എഴുന്നേറ്റപ്പോൾ എന്നാ മല അതുപോലെ തന്നെയുണ്ട്. അന്നേരം അമ്മച്ചി പറഞ്ഞു, അല്ലേലും എനിക്കറിയായിരുന്നു ഈ മല പോകത്തില്ലെന്ന്. പ്രൈസ് ലോർഡ്. അങ്ങനത്തെ വിശ്വാസമായിരിക്കരുത്. നമ്മൾ വളരെ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചാൽ നമ്മളെ മുൻപിലുള്ള പർവ്വത സമാനമായ വിഷയങ്ങളെ എടുത്തു മാറ്റിക്കളയുവാൻ നമ്മുടെ ദൈവം വിശ്വസ്തനാണ്. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. അവൻ പർവ്വതങ്ങളെ അറിയാതെ അവയുടെ സ്ഥാനത്ത് നിന്ന് എടുത്തു മാറ്റിക്കളയുന്നത് കർത്താവിൻ്റെ വചനമുണ്ട്. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. ഇന്നിപ്പോൾ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്കും അതുപോലെ കരയുന്ന വിഷയങ്ങളുണ്ടാകാം. ഒരുപക്ഷെ നിങ്ങളുടെ തലമുറയ്ക്ക് വേണ്ടി നിങ്ങൾ കരയുമായിരിക്കാം. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. ആ കരയുന്ന വിഷയത്തിന് കർത്താവ് മറുപടി നൽകി തരും. മറ്റൊരു സഹോദരിയെ നമ്മൾ നോക്കുകയാണെങ്കിൽ, ഹാഗാർ, ജെനസിസ് 21:14-19 എടുത്ത് വായിക്കുമ്പോൾ, ഹാഗാർ അവൾ സ്നേഹിക്കപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു. അബ്രഹാമിൻ്റെ ഭവനത്തിൽ ഒരിക്കൽ അവൾ പ്രിയപ്പെട്ടവളായിരുന്നു. പിന്നീട് അവളെ അവിടുന്ന് പുറത്താക്കപ്പെട്ടു. ഒരു തുരുത്തി വെള്ളവും കൊടുത്ത് അബ്രഹാം പറഞ്ഞു വിടുകയാണ്. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. അപ്പം അവൾ ദൂരത്ത് ചെന്ന് ഈ കൊച്ചിനെ മാറ്റിയിട്ടിട്ട് എനിക്ക് അവൻ്റെ മരണം കാണണ്ട എന്ന് പറഞ്ഞ് മാറിയിരുന്നവൾ കരയുകയാണ്. കരഞ്ഞ് അവൾക്ക് വേണ്ടി. അപ്പം കണ്ണുനീരിന് വലിയ വിലയുണ്ട്. പ്രൈസ് ലോർഡ്. നമ്മളൊരു കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിച്ചാൽ, നമ്മുടെ കുഞ്ഞുങ്ങളുടെ വിഷയത്തിലാണേലും അവരറിയാത്തപ്പോൾ അവരുടെ റൂമിൽ പോയി നമ്മൾ പ്രാർത്ഥിക്കണം. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസം എൻ്റെ കൂടെ പ്രാർത്ഥിക്കുന്ന ഒരു സഹോദരി എന്നോട് പറഞ്ഞു, എങ്ങനെയാണ് ടു ക്ലീൻ അവർ സെൽവ്സ്, അല്ലേ, നമ്മൾ നമ്മുടെ വീടൊക്കെ ക്ലീൻ ചെയ്യത്തില്ലേ? പണ്ടൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ, നമ്മുടെ അമ്മച്ചിമാരൊക്കെ പാത്രം കഴുകുമ്പോൾ, അല്ലെ കുക്ക് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ അരി വേറ്റുമ്പോഴൊക്കെ അവർ സ്തോത്രം ചെയ്യുമായിരുന്നു. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. അതുപോലെയല്ല നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പം പ്രാർത്ഥനയാലും യേശുവിൻ്റെ രക്തത്താലും വചനത്താലും നമുക്ക് ശുദ്ധീകരണമുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ വീടിനെ നമുക്ക് എങ്ങനെ ശുദ്ധീകരിക്കാൻ പറ്റുമെന്നുള്ളത് പ്രൈസ് ലോർഡ്. ആ സഹോദരി ഞങ്ങൾക്ക് പറഞ്ഞു തന്നു. പ്രൈസ് ലോർഡ്. ഇവിടുത്തുകാരി ഒരു സഹോദരിയാണ്. പ്രൈസ് ലോർഡ്. അത് അവർ പറഞ്ഞ എങ്ങനെയാണെന്ന് വെച്ചാൽ, ഓരോ റൂമുകളിലും നമ്മൾ പോയി യേശുവിൻ്റെ രക്തം ക്ലെയിം ചെയ്ത് പ്രാർത്ഥിക്കണം. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. അതുപോലെ നമ്മുടെ കുഞ്ഞുങ്ങളെ കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. അപ്പോൾ ഓരോ റൂമുകളിലും ചെന്ന് പ്രാർത്ഥിക്കുമ്പോൾ ആ കുഞ്ഞുങ്ങളിൽ മേൽ കർത്താവിൻ്റെ പ്രത്യേകമായ ശക്തി വന്ന് അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്ന വിഷയം ഏതു തന്നെയായാലും അതിന്മേൽ മറുപടി നൽകി തരാൻ നമ്മുടെ ദൈവം വിശ്വസ്തനാണ്. അപ്പോൾ ഹാഗാറിൻ്റെ വിഷയത്തിൽ അവൾ പ്രാർത്ഥിച്ച് അവളുടെ അടുത്ത് തന്നെ ഒരു നീരുറവയുണ്ടായിരുന്നു. പക്ഷേ അവളുടെ കണ്ണ് നേരെ നിരോധിക്കപ്പെട്ടു കയറിയായിരുന്നു. അതുകൊണ്ടാണ് അവൾക്ക് ആ നീരുറവ കാണാൻ കഴിഞ്ഞത്. എന്നാൽ കർത്താവ് അവളുടെ കണ്ണ് തുറന്നപ്പോൾ അവൾക്ക് ആ നീരുറവ കാണാൻ കഴിഞ്ഞു. പ്രൈസ് ലോർഡ്. അവിടെ അവൾ പറയുകയാണ്, എന്നെ കാണുന്നവനെ ഞാൻ ഇവിടെയും കണ്ടുപോകും. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ കാത്തിരിക്കുന്നവർക്ക് വേണ്ടി, കരയുന്നവർക്ക് വേണ്ടിയൊക്കെയും കർത്താവ് പ്രത്യക്ഷമായി അവർക്ക് വേണ്ടി പ്രത്യേക വഴികൾ തുറന്നു കൊടുക്കും. ഒരു വഴിയില്ലാത്ത സ്ഥലങ്ങളിൽ കർത്താവ് നമുക്ക് വേണ്ടി വഴി തുറക്കുവാൻ വിശ്വസ്തനാണ്. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, വെയിറ്റ് ഓൺ ദ ലോർഡ്. യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ച് പറന്നു വരും. അവർ തളർന്നു പോകാതെ ഓടുകയും ക്ഷീണിച്ചു പോകാതെ നടക്കുകയും ചെയ്യും. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. അപ്പം നമ്മൾക്ക് ഏതൊരു സാഹചര്യത്തിലും നമുക്ക് പ്രാർത്ഥന ആവശ്യമാണ്. കണ്ണുനീരോടുള്ള പ്രാർത്ഥന ആവശ്യമാണ്. പിന്നെ നമ്മൾ കാണുന്ന കണ്ണുനീരോടെ പ്രാർത്ഥിച്ച ഒരു വ്യക്തിയാണ് ഹന്ന കരഞ്ഞ് പ്രാർത്ഥിച്ചു, അല്ലേ? 1 ശമൂവേൽ 1:10 വാക്യമെടുത്ത് വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഹന്ന എങ്ങനെയാണ് പ്രാർത്ഥിച്ചതെന്ന്. പ്രൈസ് ലോർഡ്. ഹന്ന പ്രാർത്ഥിക്കാൻ കാരണം അവൾക്ക് മക്കളില്ലായിരുന്നു. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ പെനീന അവളെ മുഷിപ്പിച്ചുകൊണ്ടേയിരുന്നു. ആണ്ടുതോറും അവർ ആലയത്തിലേക്ക് പോകുമ്പം പെനീന അനേക കുഞ്ഞുങ്ങളുമായിട്ടൊക്കെ നടക്കുമ്പം ഹന്നായ്ക്കൊരു കുഞ്ഞു പോലും ഇല്ല. അവളെ ഇങ്ങനെ
ഒരുപക്ഷെ പറഞ്ഞാൽ കണ്ടോ എനിക്ക് ഇത്രയും മക്കളുണ്ട് നിനക്കൊന്നുമില്ലല്ലോ എന്നൊക്കെ പറഞ്ഞായിരിക്കാം ഒരുപക്ഷെ അവളെ പീഡിപ്പിച്ചത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പം 1 ശമൂവേൽ 1-ാം 10-ാം വാക്യത്തിൽ വായിക്കുന്നു, അവൾ മനോവസനത്തോടെ യഹോവയോട് പ്രാർത്ഥിച്ചു വളരെ കരഞ്ഞു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ ദൈവസന്നിധിയിൽ കണ്ണുനീര് പൊഴിക്കുന്നതിന് വളരെ വിലയുണ്ട്. പ്രൈസ് ദി ലോർഡ്. അവളൊരു നേർച്ച നേർന്നു. പ്രൈസ് ദി ലോർഡ്. സൈന്യങ്ങളുടെ യഹോവേ, അടിയൻ്റെ സങ്കടം നോക്കി അടിയനെ ഓർക്കുകയും അടിയനെ മറക്കാതെ ഒരു പുരുഷ സന്താനത്തെ നൽകുകയും ചെയ്താൽ അടിയൻ അവൻ്റെ ജീവപര്യന്തം യഹോവയ്ക്ക് കൊടുക്കും, അവൻ്റെ തലയിൽ ക്ഷൗരക്കത്തി തൊടുകയുമില്ല എന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പം നമ്മളൊരു കാര്യം നേർന്നാൽ അത് അതാ നേർച്ച നമ്മൾ ചെയ്യുകയും ചെയ്യണം. പ്രൈസ് ദി ലോർഡ്. പലപ്പോഴും നമ്മൾ ദൈവത്തോട് പറയും ഞാൻ അത് ചെയ്യാം ഇത് ചെയ്യാം, പക്ഷേ അതിന് ആൻസർ കിട്ടിക്കഴിയുമ്പോൾ നമ്മൾ പിന്നെ ഒന്നും ചെയ്യത്തില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എന്നാൽ ഹന്ന പറഞ്ഞു, ഇങ്ങനെ കരഞ്ഞ് പ്രാർത്ഥിച്ച് അവൾക്ക് ഏലി പുരോഹിതനോടുത്തു ഇവള് ലഹരി പിടിച്ചായിരിക്കാം ഇങ്ങനെ ചെയ്യുന്നവരെ ഇവള് പറയുന്നുണ്ട്, ഞാൻ അങ്ങനെ ഒരു ബാഡായിട്ടുള്ളൊരു സഹോദരിയല്ല, എൻ്റെ മനോവ്യസനം കൊണ്ടാണ് കരഞ്ഞെന്നെല്ലാം പറയുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതുകൊണ്ട് അന്നേരം ഏലി പുരോഹിതൻ അവളോട് പറയുകയാണ്, അതിന് ഏലി സമാധാനത്തോടെ പോയിക്കൊള്ളുക, ഇസ്രായേലിൻ്റെ ദൈവത്തോട് നീ കഴിച്ച അപേക്ഷ അവൻ നിനക്ക് നൽകുമാറാകട്ടെ എന്ന് ഉത്തരം പറഞ്ഞു. അടിന് തൃക്കൺമേൽ കൃപ ലഭിക്കുമാറാകട്ടെ എന്ന് പറഞ്ഞു. സ്ത്രീ തൻ്റെ വഴിക്ക് പോയി ഭക്ഷണം കഴിച്ചു. അവളുടെ മുഖം പിന്നെ വാടിയതുമില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പോൾ അവളുടെ വാടിയിരുന്ന മുഖത്തെ പിന്നീട് ഒരിക്കലും വാടാത്തതായി അവളുടെ തലയെ ഉയർത്തിപ്പിടിക്കുവാൻ പിന്നീടും അവൾക്ക് മക്കളെ ലഭിച്ചു എന്നാണ് പറഞ്ഞിരുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പോൾ ഹന്ന കരഞ്ഞ് പ്രാർത്ഥിച്ചപ്പോൾ അവൾക്ക് ദാൻ മുതൽ ബർശേബ മുതൽ അറിയപ്പെട്ടൊരു പ്രവാചകനെ കൊടുത്തു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പോൾ ഈ ദിവസങ്ങളിൽ നമ്മൾ എന്താണ് പ്രാർത്ഥിക്കുന്നത്? നമ്മുടെ തലമുറയ്ക്ക് വേണ്ടിയാണോ? ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അവരെ ദൈവം പരിപൂർണമായി വിടുവിക്കുവാൻ നമ്മുടെ ദൈവം വിശ്വസ്തനാണ്. ഹല്ലേലൂയ. നമ്മൾ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക. പ്രൈസ് ദി ലോർഡ്. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം എനിക്ക് കിട്ടിയ മറ്റൊരു വചനമാണ് സങ്കീർത്തനം 68:11. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. സഹോദരിമാരൊക്കെ ഉള്ള അവരെ രക്ഷയുടെ സുവിശേഷം ഏൽപ്പിച്ചെന്നുള്ള സഹോദരിമാർക്ക് സുവിശേഷീകരണത്തിനുള്ള ദൗത്യത്തിനുള്ള ഒരു വചനമായിട്ടാണ് ഇതിനെ കാണപ്പെടുന്നത്. കർത്താവ് ആജ്ഞ കൊടുക്കുന്നു, സുവാർത്ത അറിയിക്കുന്ന സ്ത്രീകൾ വലിയൊരു ഗണമാകുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പോൾ നമുക്ക് ദൂത് അറിയിക്കുവാൻ ദൈവം നമുക്ക് ഭാഗ്യം നൽകി തന്നിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പോൾ ഈ രക്ഷയുടെ ദൂത് മറ്റുള്ളവരോട് പറയുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. സുവിശേഷം എപ്പോഴും വളരെ സിമ്പിളാണോ, അതായത് എഡ്യൂക്കേറ്റഡ് ആയിട്ട് ഉള്ളവർക്കും അൺഎഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള എല്ലാവർക്കും മനസ്സിലാകത്തക്ക രീതിയിൽ നമുക്ക് മറ്റുള്ളവരോട് ചെന്ന് പറയാം. കർത്താവ് ഭൂമിയിൽ വന്നുവെന്നും അവൻ്റെ ജനനത്തെപ്പറ്റി അവരുടെ മരണത്തെപ്പറ്റി കർത്താവ് ഉയർത്തെഴുന്നേറ്റു അവൻ വീണ്ടും വരും എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് മറ്റുള്ളവരോട് ചെന്ന് പറയാം. നമ്മുടെ ജോലിയിൽ ചിലപ്പം ഒരുപക്ഷെ കർത്താവിനെ അറിയാത്തവരുണ്ടായിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ സാന്നിധ്യം കൊണ്ട് മറ്റുള്ളവർ മനസ്സിലാക്കണം ഇവർ വ്യത്യസ്തമായ ആൾക്കാരാണ്. അപ്പോൾ ദൈവത്തെ സേവിക്കുന്നവരും സേവിക്കാത്തവരും തമ്മിലുള്ള വ്യത്യാസം നമുക്ക് അവരറിയണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പം നമ്മൾ തമ്മിൽ സ്നേഹിക്കുന്നത് കൊണ്ടും മറ്റുള്ളവരെ അറിയണം ഇവർ വാസ്തവമായിട്ട് ദൈവമക്കളാണെന്ന്. പ്രൈസ് ദി ലോർഡ്. അപ്പം സഹോദരിമാർക്ക് ഏറ്റവും കൂടുതൽ സ്വാതന്ത്ര്യം കൊടുത്ത യേശുവാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതായത് പണ്ടത്തെ കാലത്തും യഹൂദന്മാരുടെ കാലത്തും സ്ത്രീകൾക്ക് ഒരു സെക്കൻഡ് ക്ലാസ് സിറ്റിസൺസ് ആയിട്ടാണ് അവരെ കണ്ടിരുന്നത്. എന്നാൽ അവർക്ക് ഏറ്റവും സ്വാതന്ത്ര്യം കൊടുത്ത് കർത്താവിനോടുകൂടെ ചേർന്ന് നടന്ന് സുവിശേഷം അറിയിക്കുവാൻ കർത്താവ് അവർക്ക് ആ ഫ്രീഡം കൊടുത്തു. നമ്മളെ കർത്താവ് വളരെയധികം സ്നേഹിക്കുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പോൾ ഈ മറിയയ്ക്കുള്ള മറ്റൊരു സവിശേഷതയുണ്ട്. കർത്താവിൻ്റെ എല്ലാ സാഹചര്യത്തിലും അവൾ കൂടെ ഉണ്ടായിരുന്നു. പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ ഇവളെ സൗഖ്യമാക്കിയതിന് ശേഷം എല്ലായിടത്തും കർത്താവിനോട് കൂടെ നടന്നു. അത് തന്നെയല്ല, കർത്താവിൻ്റെ ആ ക്രൂശിൽ പ്രൈസ് ദി ലോർഡ് അവൾ അവസാന നിമിഷം അവിടെ ഉണ്ടായിരുന്നത്. അതിനുശേഷം ഉയർത്തെഴുന്നേറ്റപ്പോഴും അവൾ കർത്താവിനെ അന്വേഷിച്ച കല്ലറയിൽ ചെല്ലുകയാണ്. കല്ലറയിൽ ചെന്നിട്ട് ശിഷ്യന്മാർ പോയി നോക്കിച്ച് മടങ്ങി വന്നതുപോലെയല്ല, അവൾ അവിടെ നിന്നു, അല്ലേ? അപ്പോൾ ഈ ദിവസങ്ങൾ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരുപക്ഷെ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഇപ്പം നമ്മൾ ഓർക്കും ഒരു മറുപടി ഇല്ലല്ലോ. ഇപ്പം കർത്താവ് സൈലൻ്റ് ആകുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അടുത്ത നമ്മളോടുള്ള ദൂത് അല്ലെ അടുത്ത നമ്മളോട് വേണ്ടിയുള്ള മെസ്സേജ് അത് ഏറ്റവും ഹൈലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മെസ്സേജ് ആയിരിക്കും. അപ്പം നമുക്കതിനു വേണ്ടി നമുക്ക് കാത്തിരിക്കാം, അവൻ്റെ ശബ്ദം കേൾക്കാം. ഈ വൈകുന്നേരം ഇതുപോലെ ഈ സൂമിൽ കടന്നു വന്ന എല്ലാവർക്കും ദൈവനാമത്തിൽ എൻ്റെ നന്ദി അറിയിക്കുകയാണ്.
ഒരു കൊച്ചു മെസ്സേജ് ആണെങ്കിലും ഇത് നിങ്ങളുടെ ജീവിതത്തിൽ അത് പരിവർത്തിക്കട്ടെ. തുടർന്നും ഈ IPC ഈ NRIയുടെ ഈ കൺവെൻഷനും മീറ്റിങ്ങും കൂടിവരവുകളും എല്ലാം ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നിങ്ങൾക്ക് വേണ്ടി ഒരു വാക്ക് പ്രാർത്ഥിച്ചിട്ട് ഞാൻ ഈ കൊച്ചു മെസ്സേജ് ഇവിടെ നിർത്തുന്നതായിരിക്കും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കരുണയുള്ള ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ നല്ല വൈകുന്നേരത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു കർത്താവേ. ഞങ്ങളോട് സംസാരിച്ച വചനങ്ങൾക്കായി സ്തോത്രം കർത്താവേ. വചനത്താൽ ഞങ്ങൾക്ക് ശുദ്ധീകരണമുണ്ടല്ലോ, അതിനായി സ്തോത്രം. എല്ലാ ഭവനങ്ങളെയും കർത്താവെ ഞങ്ങൾ ശുദ്ധീകരിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. വിശേഷാൽ ഞങ്ങളുടെ തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഹന്ന പ്രാർത്ഥിച്ചപ്പോൾ കർത്താവെ അവൾക്ക് വേണ്ടി കർത്താവെ ഹല്ലേലൂയ, ദാൻ മുതൽ ബർശേബ വരെ അറിയപ്പെട്ടൊരു പ്രവാചകനെ കൊടുത്തതുപോലെ കർത്താവെ ഞങ്ങൾ കരഞ്ഞ് പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെ തലമുറയുടെ മേൽ കർത്താവ് അത്ഭുതം പ്രവർത്തിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. അടിയും പ്രാർത്ഥിക്കുന്ന ഈ സമയം തന്നെ കർത്താവെ, ഞാൻ നിന്നെ സൗഖ്യം നൽകുന്ന യഹോവയാന്നുള്ള വചനം അയച്ച് പ്രാർത്ഥിക്കുന്നു. ഓരോ ഭവനങ്ങളിലും അത് കടന്നു ചെന്ന് ഓരോ റൂമുകളിലും അത് ശുദ്ധീകരിച്ച് ഉടല കർത്താവ് ഞങ്ങളുടെ കുഞ്ഞുങ്ങളായിരിക്കുന്ന റൂമുകളിൽ അവരെ തൊടുവാൻ ഹല്ലേലൂയ ഉച്ചതൊട്ട് ഉള്ളംകാല് വരെ തലോടുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ശത്രു യാതൊരു കാരണവശാലും അവരെ അടിമയാക്കി കൊണ്ടുപോകുവാനോ ഹല്ലേലൂയ ഒന്നും നീ സമ്മതിക്കല്ലേ എന്ന് പ്രാർത്ഥിക്കുകയാണ് കർത്താവെ. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നതിനേക്കാൾ അപ്പുറമായി അവർക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ എൻ്റെ ദൈവം വിശ്വസ്തനായിരിക്കുന്നതിനായി സ്തോത്രം കർത്താവെ. നിൻ്റെ മുറിഞ്ഞ കരങ്ങൾ ഞങ്ങളെ തന്നെ താഴ്ത്തി ഏൽപ്പിക്കുകയാണ്. എല്ലാ സഹോദരിമാരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു, അവരുടെ ഭവനങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു, അവരുടെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവർക്ക് ഭാരമേറിയിരിക്കുന്ന വിഷയങ്ങൾ മേൽ കർത്താവിൻ്റെ അത്ഭുതത്തിൻ്റെ കരം വയ്ക്കുമാറാകണം. അൺസ്പോക്കൺ റിക്വസ്റ്റ് മേൽ കർത്താവ് പ്രവർത്തിക്കുമാറാകണം. ഇന്ന് വരെയും അവരുടെ കർത്താവ് ഭാരങ്ങൾ മറ്റുള്ളവരോട് പറയാത്തവർ ഉണ്ട് കർത്താവെ ഹല്ലേലൂയ. അവരുടെ പ്രാർത്ഥന വിഷയം ഷെയർ ചെയ്യാത്തവരുണ്ട് കർത്താവെ. അതിന്മേൽ കർത്താവിൻ്റെ മഞ്ഞുമഴ അയക്കുമാറണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ദിവസങ്ങളിൽ അതിനൊരു വിടുതലുണ്ടാകുവാൻ, ചില ബന്ധനങ്ങൾ അഴിയുവാൻ, ചില കെട്ടുകൾ പൊട്ടുവാൻ കർത്താവ് ഇടയാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് കർത്താവെ. സ്തോത്രം. അല്ലെങ്കിൽ വിശേഷാലി NRI മീറ്റിങ്ങിനെ കർത്താവെ, കോൺഫറൻസിനെ കർത്താവ് അനുഗ്രഹിക്കുമാറാണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവരാഗ്രഹിക്കുന്നതിനേക്കാളും നനയ്ക്കുന്നതിനേക്കാളും എല്ലാം അപ്പുറമായി മനോഹരമായൊരു കോൺഫറൻസ് നടക്കുവാൻ തക്കണം കർത്താവ് ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ് കർത്താവെ. അതിന് കടന്നു പോകാൻ ആഗ്രഹിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും കടന്നു വരുവാനും അത് ഏറ്റവും ഭംഗിയും കർത്താവെ അനുഗ്രഹമായി തീരുവാൻ തക്കണം കർത്താവ് ഇടയാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന നീ കേട്ടിരിക്കുന്നതിനായി സ്തോത്രം, യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. പ്രൈസ് ദി ലോർഡ്. താങ്ക് യു സിസ്റ്റർ ലോയിസ്. അനുഗ്രഹിക്കപ്പെട്ട മെസ്സേജ് കേൾക്കുവാനും അനുഗ്രഹിക്കപ്പെട്ട പാട്ട് കേൾക്കുവാനും ദൈവം സഹായിച്ചു. ഗോഡ് ബ്ലസ് യു. സ്തോത്രം. നമ്മളെല്ലാം സഹോദരിമാരാണ്. നമ്മുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ നമ്മളെല്ലാം കടംപെട്ടവരാണ്. കഴിഞ്ഞ ദിവസം നമ്മളെല്ലാം മദേഴ്സ് ഡേ കൊണ്ടാടി നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ വരികയും ഗിഫ്റ്റ് തരികയും ഉമ്മ തരികയും ഫ്ലവർ തരികയും ഒക്കെ ചെയ്തു. നമുക്ക് വേണ്ടി പാസ്റ്റേഴ്സ് പ്രാർത്ഥിച്ചു. നമ്മളത്ര അനുഗ്രഹിക്കപ്പെട്ട സഹോദരിമാരാണ്. സ്തോത്രം. നമ്മുടെ കടമ നമ്മുടെ തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. സ്തോത്രം. കാരണം യേശു യെരൂശലേം പുത്രന്മാരെ നോക്കി പറഞ്ഞു, യെരൂശലേം പുത്രന്മാരെ, നിങ്ങൾ എന്നെ ചൊല്ലി കരയണ്ട, നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ചൊല്ലി കരയുവാനാണ് യേശു പറഞ്ഞത്. സ്തോത്രം. സിസ്റ്റർ ലോയിസ് പോൾ സംസാരിച്ചപ്പോൾ എനിക്ക് ആ വചനം ഓർമ്മ വന്നു. സ്തോത്രം. ഹല്ലേലൂയ. നമ്മൾ കരയണം, നമ്മുടെ തലമുറകൾക്ക് വേണ്ടി നമ്മൾ കരയണം, നമ്മൾ പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. കർത്താവിനോടുള്ള ആ സ്നേഹം, ആ തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കുന്നു. സ്തോത്രം. മറിയ വെളുപ്പിനെ ഇരുട്ടുള്ളപ്പോഴാണ് കല്ലറയ്ക്കൽ പോയത്. ഏത് സഹോദരിയാണ് എത്ര ഇരുട്ടുള്ളപ്പോൾ കല്ലറയ്ക്ക് പോകാൻ പറ്റുന്നത്? അപ്പൊ അതുപോലുള്ള സ്നേഹം, ആ സ്നേഹം ആ ഭയത്തെ പുറത്താക്കിയിരിക്കുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ. അതുകൊണ്ടാണ് തോട്ടക്കാരെന്ന് വിചാരിച്ച് പറയുകയാണ്, ഇവിടെയാണ് എൻ്റെ യേശുവിനെ വെച്ചിരിക്കുന്നത്, ഞാൻ എടുത്തുകൊണ്ട് പൊക്കോളാം. സ്തോത്രം. ഹല്ലേലൂയ. അതുപോലെ യേശുവിനോടുള്ള തികഞ്ഞ സ്നേഹം നമുക്ക് ഉണ്ടാകുവാൻ നമുക്ക് ദൈവത്തോടെ പ്രാർത്ഥിക്കാം. അതുപോലെ ഹന്നയെ കുറിച്ച് നമ്മൾ കേട്ടു, ഹാഗാറിനെ കുറിച്ച് നമ്മൾ കേട്ടു. സ്തോത്രം. ഹന്ന കരഞ്ഞു. ഹന്നയ്ക്കൊരു പ്രതിയോഗി ഉണ്ടായിരുന്നു, അവളെ എപ്പോഴും വ്യസനിപ്പിച്ചുകൊണ്ടിരുന്നു. സ്തോത്രം. ആ പെനീനയുടെ വ്യസനം കൊണ്ട് അവൾക്ക് കരച്ചിലുണ്ടായി, എപ്പോഴും കരയുമായിരുന്നു. സ്തോത്രം. എന്നാൽ അവിടെ കരച്ചിൽ ദൈവം കണ്ടു. കണ്ണുനീരോടെ അവൾ വിതച്ചപ്പോൾ ആർപ്പോടെ കൊയ്തു. സ്തോത്രം. ഹല്ലേലൂയ. ദാൻ മുതൽ ബർശേബ വരെയുള്ള അറിയപ്പെട്ട പ്രശസ്ത ഒരു പ്രവാചകനെ ദൈവം അവൾക്ക് കൊടുത്തു. ഈ ദിവസങ്ങളിൽ ഇതൊക്കെ നമ്മളുടെ ജീവിതത്തിൽ നമ്മളും കൊണ്ടുവരണം. നമ്മുടെ തലമുറകൾക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കണം. നമ്മൾ പ്രാർത്ഥിച്ചെങ്കിൽ പിന്നെ ആരാ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടത്? സ്തോത്രം. നമ്മൾ ജാഗ്രതയോടെ പ്രാർത്ഥിക്കണം. സ്തോത്രം. നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരുവനുണ്ട്. നമ്മുടെ കണ്ണുനീരിന് അവൻ മറികടന്ന് പോവുകയില്ല. സിസ്റ്റർ ലോയിസ് പോളിന്റെ ആ പാട്ടെന്നെ വളരെ ടച്ച് ചെയ്തു. കണ്ണീരോടെ നമ്മൾ പ്രാർത്ഥിച്ചാൽ ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കും. സ്തോത്രം. താങ്ക് യു സിസ്റ്റർ ലോയിസ്. ദൈവം അനുഗ്രഹിക്കട്ടെ. അടുത്തായിട്ട് നമുക്ക് സ്തോത്രം ഹല്ലേലൂയ നമ്മുടെ മീറ്റിങ്ങിന്റെ അനുഗ്രഹത്തിന് വേണ്ടി തുടർന്ന് നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാൻ നമ്മുടെ പ്രീച്ചേഴ്സിനെ ഓർത്ത്